ഞാൻ തന്നെ പോണല്ലേ പരിചയപ്പെടാം നമുക്ക്. അത്രയ്ക്ക് ബ്രെഡിന് നല്ല കനുള്ള ബ്രെഡാണ്. ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയത് നമ്മൾ ടർക്കിയിലേക്ക് പോകുന്ന പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ടർക്കിയിൽ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ട്രാബ്സോണിൽ എത്തിയിട്ടുണ്ട്. ടർക്കിയിൽ നമ്മൾ 3 സിറ്റീസാണ് കവർ ചെയ്യുന്നത്: ട്രാബ്സോൺ, കാപ്പഡോക്യ, ഇസ്താൻബുൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് സിറ്റിയായ ട്രാബ്സോണിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പുലർച്ചെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 4 മണി 3 മണി ആ ഒരു സമയത്തെന്തോ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു, ഒന്ന് ഫ്രഷായി കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ മുതലാണ് നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പെങ്ങളൊക്കെ TSP തന്നെ തുക തരുമോ അലിയ? ഹലോ ഹലോ. പിയർ മൊണാസ്ട്രിയിൽ പണ്ട് കാലത്ത് അവരുടെ ചേർച്ച്, അതേപോലെ അവരുടെ ലൈബ്രറി, ഡൈനിങ് റൂം, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഓൾമോസ്റ്റ് ലഞ്ചിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ട്രാബ്സോണിൽ നിന്ന് നേരെ നമ്മൾ ഉസംഗുളിലേക്ക് പോവുകയാണ്. പിന്നെ ഇപ്പം വഴിയിലൊന്നും നിർത്തണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്.
അങ്ങനെ നമ്മൾ ഒസങ്കോളിലെത്തി റൂമിൽ ചെക്ക് ഇനൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. നമുക്കൊന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഒസങ്കോൾ. നമ്മളൊരു ഈവനിങ് ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇവിടെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രീറ്റ് ഫുഡും ഉണ്ട്. പിന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് ഇവിടെ മെയിനായിട്ട് ഒരു ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഡോണർ കഴിച്ചിട്ട് നമ്മളുടെ ഈ ഒരു എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരുടെ ഫേമസ് ആണ് ഡോണർ. നമുക്ക് UAE നമുക്ക് ഷവർമ ഒക്കെ കിട്ടുന്ന പോലെ ഇവരുടെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഡോണർ. حجم عصاج وفي حجمين هاي ب 150 هاي ഒസങ്കോൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു ലേക്കാണ്. ഈ ഒരു ലേക്കിന് ചുറ്റും നമുക്ക് ഫുള്ളിങ്ങനെ നടക്കാം. ഷോപ്സും കാര്യങ്ങളും ഫുഡൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെ നല്ലൊരു അടിപൊളി ഒരു സ്ഥലം തന്നെ കേട്ടോ. നമുക്ക് ഭയങ്കര കാമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പം മോസ്റ്റ്ലി നമ്മൾ UAE അറബ്സൊക്കെ അവരുടെ വെക്കേഷനൊക്കെ വരുന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇത് താന്തൂനിയാണ് കേട്ടോ. താന്തൂനിയും അവരുടെ ഒരു സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഒരു ഫുഡാണ്. അങ്ങനെ നമ്മളുടെ ഉസങ്കോളിലെ സെക്കൻഡ് ഡേ ആട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷനാണ്. നമ്മൾ തിരുവോണത്തിൻ്റെ അന്നായിരുന്നു നമ്മൾ ഉസങ്കോളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പോരുന്ന സമയത്ത് നമ്മൾ UAE തന്നെ നമ്മൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മളുടെ കൂടെ അതിൻ്റെ കുറച്ച് എക്സ്പേർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അതൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീറ്റിട്ട് നമ്മളുടെ ഓണപ്പൂക്കളം പരിപാടിയൊക്കെ തുടങ്ങി. ആ ഒരു സമയത്ത് അവിടെ ഉസങ്കോളിൽ അങ്ങനെ ആരും മീൻസ് അവിടുത്തെ ലോക്കൽസോ അങ്ങനത്തെ ആരും അങ്ങനെ എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മീൻസ് നമ്മൾ മാത്രമേ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
നമ്മളിങ്ങനെ ഓണപ്പൂക്കളും കാര്യങ്ങളും പിന്നെ അതേപോലെ നമ്മളിങ്ങനെ നമ്മളുടെ ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ നടക്കുന്നത് കണ്ടിട്ട് അവിടെ വരുന്ന ചില ടൂറിസ്റ്റൊക്കെ നമ്മളിങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. നമ്മളിങ്ങനെ വേറെ കൺട്രിയിൽ പോയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽസിനും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പൂക്കളൊക്കെ ഇടുന്നത് കാണുന്നതും നമ്മളുടെ ഡ്രസ്സിങ്ങും എല്ലാം കണ്ടിട്ട് അവർക്കും അതൊരു എന്താ പറയുക, അവരും ഇങ്ങനെ വണ്ടറടിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഓണമൊക്കെ നമ്മൾ ലഘുവായിട്ട് ആഘോഷിച്ച് ചെറിയൊരു പായസമൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾക്ക് ഉസുങ്കോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉസുങ്കോളിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഹൈയസ്റ്റ് പോയിൻ്റിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അത്യാവശ്യം ഫുള്ളല്ലേ. പിന്നെ നേരെ നമ്മൾ അവിടുന്ന് ട്രാപ്പ് സോണിൽ പോയി. ട്രാപ്പ് സോൺ സിറ്റി സെൻറ്ററിൽ പോയിട്ട് പിന്നെ അവിടുന്ന് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കാപ്പഡോക്കിയയിൽ പോവുകയാണ്. നമ്മൾ പുലർച്ചെ ആയപ്പം നമ്മളുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. കാരണം ഇനി നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലോ. അപ്പം കുറച്ചൊന്ന് നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കണം. അങ്ങനെ എല്ലാവരും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി. അങ്ങനെ കാപ്പഡോക്കിയയിൽ നമ്മളുടെ ഫസ്റ്റ് മോർണിംഗ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്. കുഞ്ഞാണെന്നോട്ടോ, എനിക്ക് പറ്റിയ സ്ഥലത്തൊക്കെ പോകണം. എനിക്ക് കുനിയും വേണ്ട, ഇവരും വേണ്ട.
നടക്കാം, നെഞ്ചും വിരിച്ച്. ഓളാരാ ഞാൻ തന്നെ പോണല്ലേ, പരിചയപ്പെടാം നമുക്ക്. എല്ലാവർക്കും പരിചയപ്പെടാം. ശരിക്കും അന്നത്തെ ആൾക്കാരെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി ഉണ്ടാക്കാനും അതിലിങ്ങനെ ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് നടക്കാനൊക്കെ പറ്റുക. നമുക്കൊന്ന് നിവർന്ന് നടക്കാൻ പോലും പറ്റില്ല. പിന്നെ ഒരു ഗ്യാപ്പാണെങ്കിൽ കറക്റ്റ് ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ്. ഇതിലൊക്കെ അവരെങ്ങനെയാണ് ജീവിച്ചതെന്ന് ആലോചിക്കുമ്പം ശരിക്കും നമ്മളിങ്ങനെ വണ്ടറടിച്ച് പോകും. ശരിക്കും ഇത് വാറിൻ്റെ സമയത്തൊക്കെ നമ്മളുടെ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിച്ചണ്, റൂം, ഡൈനിങ് റൂം, അങ്ങനെ എല്ലാം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടർഗ്രൗണ്ട് സിറ്റി എല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സോവനീസിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അതിൽ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. കണ്ടാലും നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകും, അത്രയും ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളെല്ലായിടത്തും ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ബാർഗെയിൻ ചെയ്യാതെ ഒരു കാര്യം നടക്കില്ല. കാരണം ആദ്യം അവരെന്തായാലും നല്ല വില പറയും, പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് തന്നെ കുറയ്ക്കണം. എൻ്റെ വാങ്ങിച്ച് പിന്നെ നമ്മളും കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങി. അത് എവിടെ പോയാലും അത് കളക്ട് ചെയ്യുക എന്നുള്ളതൊരു ചടങ്ങാണല്ലോ. അപ്പോൾ അങ്ങനെ 1-2 ഒക്കെ നോക്കിയിട്ടെടുത്തു. ഇത് കാപ്പഡോക്കിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ഹോട്ട് എയർ ബലൂൺസിൻ്റെ ഒരു കളിയാട്ടോ. ഫുള്ള് സോവനീസൊക്കെ ആ ഒരു ഡിസൈനിലാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ലഞ്ച് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ATV റൈഡ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോകണം. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. We all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you
a brand new name, oh. And I ain't gonna lie to you, I'm a bit nervous. ഈ ഒരു ATV റൈഡിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം മോൾ അവർ കയറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് നന്നായിട്ട് പൊടിയടിക്കും കേട്ടോ. പൊടിയൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കുക വേണ്ട. കാരണം ഈ പോകുന്ന ആൾക്കാരൊന്നും തിരിച്ചു വന്നത് ഈ ഒരു കോലത്തിലല്ലായിരുന്നു കേട്ടോ. ഉള്ള മറ്റേ ഒരു ഫ്രണ്ട്സ് ഫിലിമിൽ ജനാർദ്ദന ഇരിക്കുമല്ലോ, ആ ഒരു കോലത്തിലായിരുന്നു എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. What is this? Come on. Yeah. C'est poultry kebabs. C'est poultry kebabs. There we look there. Okay, c'est poultry. These are 3 different things. Okay. With chicken, with beef, also with lamb. So 3 different things. Okay. ഈ ഒരു സമയമായപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാവുണ്ടാവും. കാരണം നമ്മൾ രാവിലെ കുറച്ച് സമയം എങ്ങനെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. Good song. Turkish song. നമ്മൾ ടേസ്റ്റി കബാബ് അല്ലെങ്കിൽ പോട്ട്രി കബാബ് അതാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ വന്നാൽ ഒരു മസ്റ്റ് ട്രൈ ഫുഡ് ഐറ്റമാണ്. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ മീറ്റും വെജിറ്റബിൾസും എല്ലാം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മളുടെ നാട്ടിലൊരു ബീഫ് കറി കുറച്ചും കൂടിയും ലൂസാക്കിയാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനത്തെ ഒരു ടേസ്റ്റായിരുന്നു. ഇത് കാപ്പഡോക്കിയയിലെ നമ്മളുടെ സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ ഫസ്റ്റ് തന്നെ നമുക്ക് ഹോട്ട് എയർ ബലൂണാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത വാലി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ഗൊറിയം വാലിയാണ് ചെയ്യേണ്ടത്. അതാണ് ഒരു പ്രോപ്പറായിട്ടുള്ള, നമുക്ക് ഒരുപാട് ഹോട്ട് എയർ ബലൂൺസ് നമ്മളെല്ലാം വീഡിയോസിലൊക്കെ കാണുന്നത് ശരിക്കും ഗൊറിയം വാലിയാണ്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ അത് വാലി മാറിപ്പോയിട്ടുണ്ടായിരുന്നു, സൊലാങ് വാലി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ഗൊറിയം വാലിയിൽ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വാലിയിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അത് ചെയ്തില്ല കേട്ടോ. നമ്മളവിടെ പോയി ജസ്റ്റ് ആ ഒരു ഹോട്ട് എയർ ബലൂണൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു.
പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഉച്ചിസാർ കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കാപ്പഡോക്കിയയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് കേട്ടോ. അപ്പം ഈ ഒരു സ്പോട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാപ്പഡോക്കിയനോട് ബൈ ബൈ പറയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ അൻകാര ടച്ച് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ഒരു ലേക്ക് ഒരു ഫേമസ് ലേക്കാണ്, ഇവിടുത്തെ സോൾട്ട് ലേക്കാണ്. അപ്പം അവിടെയും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മളുടെ ഇസ്താംബുൾ സീരീസ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇസ്താംബുളിൽ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഫുൾ നടന്നിട്ടാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കെല്ലാം നടന്നു പോകാൻ പറ്റുന്ന ആ ഒരു ദൂരത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഫുഡും എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അപ്പം അതിന് നമ്മൾ നടക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ബ്ലൂ മോസ്കാണ്. അപ്പോൾ ബ്ലൂ മോസ്കും ഹയ സോഫിയും നമുക്ക് എന്തായാലും നമ്മൾ ഇസ്താംബുളിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പറ്റാത്ത 2 സ്ഥലങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലൂ മോസ്ക് കാണാനാണ് പോകുന്നത്. There was 2 barriers, the most important barrier in Istanbul. അങ്ങനെ ബ്ലൂ മോസ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഹയ സോഫിയ കാണാനാണ് പോയത്. ഇത് രണ്ടും അടുത്തടുത്ത് തന്നെ കേട്ടോ, ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഹയ സോഫിയയിൽ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ കയറുന്നില്ല, കാരണം അത് നമ്മൾ നാളെ കയറാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് മുസ്ലിംസിന് നമുക്ക് ഹയ സോഫിയയിൽ നമുക്ക് ജുമാ പ്രയറിന് കയറുന്ന സമയത്ത് നമുക്കത് ടിക്കറ്റ് ഇല്ലാണ്ട് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നാളെ ജുമാക്ക് ഇവിടെ വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോൾ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇവിടുത്തെ 2 ഫേമസ് ഫുഡ് സ്പോട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഷെഹസാദെ കബാബും പിന്നെ ഒന്ന് ഒരു കോഫ്തയും. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റാണ്, ഈ 2 ഷോപ്സും ഉള്ളത് ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഈ ഒരു ഷെഹസാദെ കബാബ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ UAE നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വാവ് എന്ന് പറയാൻ മാത്രമൊന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം നമ്മളിവിടെ UAE നമ്മൾ ഒരുപാട് അറബിക് ഫുഡ്, ലെബനീസ് ഫുഡ്, ടർക്കിഷ് ഫുഡ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്കറിയാം. ആ ഒരു എക്സ്പെക്റ്റ് ചെയ്ത ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. നേരെ മറിച്ച് വേറെ കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ടർക്കി ഫുഡിൻ്റെ കാര്യത്തിൽ അടിപൊളിയാട്ടോ.
ഒരു സംഭവമുണ്ട്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, അതിനപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ബ്രെഡിന്റെ ഇടയില് മീന് ഹാഫ് ആക്കിയിട്ട് സാലഡ് വെച്ച് തരുന്ന സാധനമാണ് അത് പ്രത്യേക ടേസ്റ്റ്. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ 2 പേർക്കോ അല്ലെങ്കിൽ 3 പേർക്കോ പറഞ്ഞാൽ മതി. കാരണം അത്രയ്ക്ക് ബ്രെഡിന് നല്ല കനുള്ള ബ്രെഡാണ്. ടേസ്റ്റ് അറിഞ്ഞാൽ മതി. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സെന്റ് സെബാസ്റ്റ്യൻ കഴിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരെണ്ണം മേടിക്കാം, നിങ്ങൾ ട്രൈ ചെയ്യാം. ഇവിടുത്തെ മറ്റൊരു ഫേമസ് ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഈ ഒരു ബാലി ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫിഷ് ഉപയോഗിച്ചിട്ടാട്ടോ. ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്കറലില്ലേ, അയലയില്ലേ, അയലയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അയല വെച്ചിട്ടൊരു സാൻഡ്വിച്ച്. അപ്പം ആദ്യം നമുക്ക് ട്രൈ ചെയ്യാൻ കുറച്ചൊരു മടി ഉണ്ടായിരുന്നു, കാരണം ഫിഷിൻ്റെ ഒരു സാൻഡ്വിച്ച് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ ഫിഷും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് തരാം. പിന്നെ ഫിഷ് അവർ ഡീബോണൊക്കെ ചെയ്തിട്ടാണ് തരാം, മുള്ളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പക്ക നമ്മൾ എന്താ പറയുക, ഫിഷിൻ്റെ ഒരു ബർഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ സ്പോട്ടായിരുന്നു ഗലാട്ട ടവർ. ഗലാട്ട ടവർ നമുക്ക് ഇസ്താംബുളിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് ആ ഒരു ചീസ് കേക്കും നമ്മൾ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സ്പോട്ടിലേക്കാട്ടോ പോകുന്നത്. നമ്മളെല്ലാവരും ഇസ്താംബുളിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയമാണിത്, ഈ ഒരു ബേർഡ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ട് നമുക്കെല്ലാവർക്കും ഇതെന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ അവിടേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ഇപ്പം ഇത് 7 ഹിൽസ് എന്ന് പറയുന്ന ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് തക്സിം സ്ക്വയറിലേക്കാണ്. ഇവിടെ മെയിനായിട്ട് ഫുഡ് അടിയും ഷോപ്പിങ്ങും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടുത്തെ മെയിൻ സംഭവമാണ് വെറ്റ് ബർഗർ. അത് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. അടിപൊളിയാട്ടോ, വെറ്റ് ബർഗർ നല്ല ടേസ്റ്റായിരുന്നു. കാരണം എന്താ പറയുക, ശരിക്കും നല്ല വെറ്റായിട്ടുള്ള നല്ലൊരു ബർഗർ. നമുക്ക് എന്താ പറയുക, നമ്മൾ നോർമലി കഴിക്കുന്ന ബർഗർ ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്, വേറെ തന്നെ ഒരു ഐറ്റം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ ഒരുപാട് ഫുഡ് സ്പോട്ട് നമ്മൾ ട്രൈ ചെയ്തു. അതിലൊന്നായിരുന്നു ഈ ഒരു മീറ്റ് മൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ഒരു സ്ലോ കുക്ക് ചെയ്ത മീറ്റിനാണ് ഫേമസ്. അപ്പോൾ അവർ അത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, അവർ എല്ലൊക്കെ തൊടുന്ന സമയത്ത് ഇറച്ചിയൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് വീണ് പോകുന്നുണ്ടായിരുന്നു. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റഫ്ഡ് മസിൽസ് ട്രൈ ചെയ്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. കഴിച്ച എല്ലാവരും പറഞ്ഞാൽ അടിപൊളിയാണെന്നാണ്. എനിക്ക് ചെറിയൊരു അലർജിക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ കഴിച്ച എല്ലാവരും പറഞ്ഞത് അടിപൊളിയാണെന്നാണ്. നമ്മളിവിടുന്ന് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കഴിക്കുന്ന മസിൽസ് ഒന്നുമല്ല, അത് അടിപൊളിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു റൈസ് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അയ്യോ എന്ത് മാമ
ഇനിയിപ്പോ നിലത്ത് വീഴും. അങ്ങനെ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലാസ്റ്റ് ഡേ അവർ നമ്മൾക്കായിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്കായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തലേന്ന് രാത്രി നമ്മൾ ഒരുപാട് നടന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. തലേന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു 6 to 8 hours നമ്മൾ നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ എണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ബസിലിക്ക സിസ്റ്ററിലാട്ടോ. അപ്പോൾ ഇതും ആ ഒരു ബ്ലൂ മോസ്ക്, ഹയ സോഫിയ ആ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് റിസർവയർ പോലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം. ടർക്കിയിലുള്ളതിൽ ഏറ്റവും പഴയ ഒരു സിസ്റ്റേണാണിത്. ട്രൈ ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഹാഫിസ് മുസ്തഫയാണ്. അപ്പോൾ ഹാഫിസ് മുസ്തഫ നമുക്ക് ടർക്കിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. കാരണം പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഒരു ഹാഫിസ് മുസ്തഫയിലേക്ക് പോയി. എല്ലാവരും ട്രൈ ചെയ്യുക ഈ ഒരു ബക്ലാവ വിത്ത് ഐസ്ക്രീമാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഉസുങ്കോളിൽ നിന്ന് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ അത് നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഈ ഒരു പിസ്താഷ്യോ ട്രസ്ലെച്ചസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മെനുവിൽ കണ്ടപ്പോൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ അതെന്തായാലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഗ്രാൻഡ് ബസാറിലേക്കാണ്. ടർക്കിയിൽ വന്നിട്ട് ഗ്രാൻഡ് ബസാർ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എസ്പെഷ്യലി നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്തായാലും ഗ്രാൻഡ് ബസാർ പോകണം. അപ്പോൾ നമ്മൾ വേഗം തന്നെ നമ്മൾ ഗ്രാൻഡ് ബസാറിലേക്ക് പോയിട്ട്, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിന്നർ ക്രൂസിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഗ്രാൻഡ് ബസാർ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു ഗ്രാൻഡ് ബസാർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിരുന്നു.
We are from UAE. How much? 700. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഗ്രാൻഡ് ബസാറൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് പിന്നെ നമ്മൾ നേരെ ഹോട്ടലിൽ പോയി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ നമ്മൾ ഡിന്നർ ക്രൂസിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ടർക്കിയിൽ വന്നാൽ നമ്മൾ ഐറ്റിനറിയിൽ നമ്മൾ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ബോസ്ഫറസ് ഡിന്നർ ക്രൂസ്. ഇത് നമുക്ക് പാട്ടും ഡാൻസും ഫുഡും എല്ലാം ആയിട്ട് നമുക്ക് ആ ഒരു ബോസ്ഫറസിലൂടെ അങ്ങനെ കറങ്ങി നടക്കാം. അപ്പോൾ ഫുഡാണെങ്കിലും നമുക്കുണ്ടായിരുന്നത് 3 ഓപ്ഷനാണ്. ഫിഷ് ഉണ്ടായിരുന്നു, മീറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ ടർക്കി ട്രിപ്പിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഞാൻ നോർമലി ഇടുന്ന വ്ളോഗ്സിനേക്കാൾ കുറച്ചധികം ലെങ്ത്ത് കൂടിയ ഒരു വീഡിയോ ആണ്. പിന്നെ ഒരുപാട് വീഡിയോസ് ആക്കുന്നതിലും ഭേദം ഒരൊറ്റ വീഡിയോ ആക്കിയാൽ അത് നിങ്ങൾക്ക് കാണുന്നവർക്കും ആ ഒരു സുഖം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരൊറ്റ വീഡിയോ ആക്കിയത്. പിന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്നും വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ ടർക്കി വിശേഷങ്ങൾ. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. അപ്പം ഞാൻ ആദ്യം ഇടണ്ടെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഇത് ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഒരു മെമ്മറി കീപ്പ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ്സും വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.